മൂൺ മെഡിറ്റേഷനിൽ ഫസ്റ്റ് കണ്ടത് എല്ലാവരും ഓടുന്നുണ്ട്. അപ്പ പറഞ്ഞു എന്താന്ന്, അപ്പ പറഞ്ഞു വാ വാ ഓടുന്നൊക്കെ പറഞ്ഞു. അപ്പം അതിന് ഓടുമ്പോൾ നീ ബാക്കി നോക്കാൻ പറഞ്ഞപ്പോൾ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു വരുന്നു. മോൻ നമ്മളെ കാണുമ്പോൾ തനിയെ കളിക്കുക. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ പോയി. അപ്പോൾ ഞാൻ എന്നിട്ട് അത് സാറാന്ന് വെച്ചാൽ മോൻ്റെ ഇതെല്ലാം കണ്ടുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ മോൻ്റെ കാല് മൊത്തം അഴുക്കായി. അന്ന് മഴയെല്ലാം ഉണ്ടായിരുന്നു, മഴയത്തൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ മോൻ അഴുക്കായിട്ട് ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയി മുല്ലപ്പെരിയാർ ഡാമിൽ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് കാലൊക്കെ കഴുകിയിട്ട് ഏലിയൻസിനെ കാണിച്ചു തന്നു. പിന്നെ അവരുടെ സ്പേസ് ഷിപ്പ് കാണിച്ചു തന്നു. പിന്നെ ഈ ഇടയ്ക്ക് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ സെക്കൻഡ് മെഡിറ്റേഷന് അപ്പോൾ അത് ചെയ്തപ്പോൾ നമ്മളെക്കാട്ടിയും വലിയ ഹൈറ്റുള്ള മനുഷ്യനെ കാണിച്ചു തന്നു. ഒരു പോത്തിൻ്റെ പുറത്ത് ഒരാളിരിക്കുന്നതായിട്ട് കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ പ്രായമായതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അമ്മ എപ്പോഴും പറയും എനിക്ക് പ്രായമായില്ലേ, ഇനിയിപ്പോൾ വേണ്ട അങ്ങനെ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇതിങ്ങനെ കാണിച്ചു തന്നപ്പോൾ പോത്തിന് പുറത്ത് ഒരാളിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ എനിക്ക് അങ്ങനെ ടെൻഷനായി, രാത്രി മുഴുവൻ ടെൻഷനായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം നാട്ടിൽ നിന്ന് ചേട്ടൻ്റെ അമ്മമ്മ മരിച്ചെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അമ്മായി വിളിച്ചായിരുന്നു. 100 ദിവസത്തിനുള്ളിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? മലയാളികൾക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ടുള്ള അവലാതിയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിലുള്ളത്. ഒരു എത്ര വയസ്സുണ്ട് മോന്? 9 വയസ്സ്. 9 വയസ്സുകാരനായ ഒരു കുട്ടി പറയുന്നു 100 ദിവസത്തിനകം മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന്. SMS മെഡിറ്റേഷൻ ചെയ്യുന്ന ഒട്ടനവധി ആളുകളുടെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. പല പ്രവചനങ്ങളും ഇത്തരക്കാർ നടത്തിയിട്ടുണ്ട്. ചിലതൊക്കെ സത്യമായിട്ടുണ്ട്, ചിലതൊക്കെ അസത്യമായിട്ടുണ്ട്. ഇത് വിശ്വസിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നമ്മളാളല്ല. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ഓഡിയോ ക്ലിപ്പ് SMS മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു കുട്ടിയുടെ ഓഡിയോ ക്ലിപ്പായിരുന്നു. അതിൽ ആ കുട്ടി വ്യക്തമായി പറയുന്നു 100 ദിവസത്തിനകം മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് അവൻ്റെ മെഡിറ്റേഷൻ്റെ സമയത്ത് സന്ദേശം ലഭിച്ചു എന്ന്. അവൻ്റെ പേരെന്താ? ഹരികൃഷ്ണൻ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. 4ാം ക്ലാസ്സിൽ. എന്താ മോൻ കണ്ടത്? മൂൺ മെഡിറ്റേഷനിൽ ഫസ്റ്റ് കണ്ടത് എല്ലാവരും ഓടുന്നുണ്ട്. അപ്പ പറഞ്ഞു എന്താന്ന്, അപ്പ പറഞ്ഞു വാ വാ ഓടുന്നൊക്കെ പറഞ്ഞു. അപ്പം അതിന് ഓടുമ്പോൾ നീ ബാക്കി നോക്കാൻ പറഞ്ഞപ്പോൾ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു വരുന്നു. മോൻ എങ്ങനെയാ മനസ്സിലായ മുല്ലപ്പെരിയാർ ഡാമാണെന്ന്? മുല്ലപ്പെരിയാർ ഡാമിൽ കുറേ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം പൊട്ടി ഇങ്ങനെ വന്നു, സിമെൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കൃഷ്ണ ഭഗവാനെ വിളിച്ചിട്ട് പറഞ്ഞു 100 ദിവസത്തിനുള്ളിൽ പൊട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആന്ന്. അപ്പം പറഞ്ഞു 100 അല്ല 200 ദിവസം കഴിഞ്ഞിട്ടേ പൊട്ടുന്നുള്ളൂ. 100 ദിവസത്തിനുള്ളിൽ നീ നാട്ടിൽ പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ 100 ദിവസത്തിനുള്ളിൽ പൊട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണഭഗവാനോട് ഞാൻ പറഞ്ഞു പൊട്ടുമ്പോൾ 9 ജില്ല പൊട്ടെന്ന് പറഞ്ഞു കൃഷ്ണഭഗവാൻ. അപ്പോൾ പറഞ്ഞു നീ നിന്റെ നാട്ടിൽ പോകാൻ പറഞ്ഞു. നാട് എവിടെയാ? നെന്മാറ, പാലക്കാട്. ഈ കുഞ്ഞിന് ഈ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി നേരത്തെ അറിയാമോ? നേരത്തെ അറിയാമെന്ന് വെച്ചാൽ കൃഷ്ണ ഭഗവാനായിട്ട് മൂൺ മെഡിറ്റേഷൻ കൂടുതലും കാണാം. അപ്പോൾ കൃഷ്ണ ഭഗവാനും പിന്നെ ശിവഭഗവാനും ഹനുമാൻ സ്വാമി, ഗണപതി ഇവർ എപ്പോഴും കളിക്കും, ഫുട്ബോൾ കളിക്കും. ഇവിടെയാണ് ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മോൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആദ്യം ഇരുന്നത്. അപ്പോൾ മോൻ കളിക്കും, ഫുട്ബോൾ കളിക്കും, ഷട്ടിൽ ബാറ്റ് കളിക്കും, ക്രിക്കറ്റ് കളിക്കും. ആരുടെ കൂടെ കളിക്കുക? കൃഷ്ണ ഭഗവാൻ, പണ്ട് ഞങ്ങൾ ഇതുപോലെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് അവരെ വന്ന് തെറി വിളിച്ചായിരുന്നു. ഇല്ല, സത്യമാണ്. അത് മോൻ്റെ ആ ഇതിൽ കാണുന്നതാണ്. അപ്പോൾ സത്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യും. മോൻ നമ്മളെ കാണുമ്പോൾ തനിയെ കളിക്കുക. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ പോയി. അപ്പോൾ ഞാൻ എന്നിട്ട് അത് സാറാന്ന് വെച്ചാൽ മോൻ്റെ ഇതെല്ലാം കണ്ടുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ മോൻ്റെ കാല് മൊത്തം അഴുക്കായി. അന്ന് മഴയെല്ലാം ഉണ്ടായിരുന്നു, മഴയത്തൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ മോൻ അഴുക്കായിട്ട് ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയി മുല്ലപ്പെരിയാർ ഡാമിൽ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് കാലൊക്കെ കഴുകിയിട്ട് അങ്ങനെ വന്നു. അപ്പം ഇത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്ന പോലെ കാണുന്നതല്ലേ? അല്ല മോൻ യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യാൻ പറ്റുമോ? മോനോട് ചോദിച്ചു നോക്കിയത് എങ്ങനെയാ മോനെ പറ. മോനോട് ഞാൻ മൈക്ക് കൊടുക്കാം. മൂൺ മെഡിറ്റേഷനിൽ കൃഷ്ണഭഗവാൻ കൊണ്ടായിട്ട് മുല്ലപ്പെരിയാർ ഡാമിൽ ചോദിച്ചു ഇത് കണ്ടില്ലേ, മറ്റേ ഫോണിൻ്റെ സ്ക്രാച്ച് വരില്ലേ അതുപോലെ വിള്ളലൊക്കെ വന്നിട്ടിരിക്കും. അപ്പോൾ 200 ദിവസത്തിനുള്ളിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. 100 ദിവസത്തിനുള്ളിൽ പൊട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. 200 ദിവസത്തിനുള്ളിൽ പൊട്ടും എന്ന് പറഞ്ഞു കൃഷ്ണഭഗവാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ കണ്ടോ മുല്ലപ്പെരിയാർ ഡാം? ഭഗവാൻ തന്നെ കാണിച്ചു കൊടുത്തതാണ് നേരത്തെ. ഇപ്പോൾ മോൻ്റെ 3ാമത്തെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് മുമ്പ് 2ാമത്തെ മെഡിറ്റേഷനിൽ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഴുക്കൊക്കെ ആയിട്ട് ഭഗവാന്റെ ഒരു മൈലിൽ കയറിയിട്ട് ഇവർ പോയി അവിടെ നിന്ന് കാലെല്ലാം കഴുകിയിട്ട് വന്നു.
അപ്പം മോന് മുല്ലപ്പെരിയാർ ഇതിന് മുമ്പ് കാണിച്ചു കൊടുത്തായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ അമ്മമാര് മക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ചേട്ടൻ ഇത് വിശ്വസിക്കുന്നു? എനിക്ക് ഒരു സ്റ്റാർട്ടിങ്ങിന് പറഞ്ഞപ്പോൾ ചെറിയൊരു വിശ്വാസക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവൻ്റെ കൂടെ തന്നെ മെഡിറ്റേഷൻ ചെയ്തു. ഞാനിപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അനുഭവം കിട്ടിയതെന്ന് പറഞ്ഞാൽ അവൻ ഒറ്റയ്ക്ക് ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. ഞാനും മോളും കൂടി, ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നപ്പോൾ ഇവൻ ഒറ്റയ്ക്ക് ഞങ്ങൾ വട്ടം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. സാധാരണ ഞാനും മോനും ചേട്ടൻ കടയിലാണല്ലോ. അപ്പോൾ ഒരു ഏകദേശം രാത്രി ഒരു 8-8:30 സമയമാണ്. അന്ന് നില വെളിച്ചം മാത്രമേ ഉള്ളൂ, വേറെ വെട്ടമൊന്നുമില്ല. അവൻ സുഖമായിട്ട് അവൻ തട്ടി മച്ചിങ്ങാണോ, ഫുട്ബോളില്ല, ഒരു മച്ചിങ് എന്തോ സംഭവമാണ്. അത് ശരിക്കും തട്ടുണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ ഇരുട്ടത്താണെങ്കിലും ഈ തട്ടുന്ന സമയത്ത് ഇതിൽ കാലും ഇതാവും എന്നുള്ള. ഞാനപ്പോൾ എനിക്ക് ആ സമയത്ത് കുറച്ച് ആ ഒരു ഇത് കിട്ടിയപ്പോഴേ പെട്ടെന്ന് എനിക്ക് ടെൻഷനായി. അവനിങ്ങനെ തട്ടുന്നത് ഭയങ്കര സ്പീഡിലാണ് തട്ടുന്നത്. തട്ടുന്ന ബോൾ തിരിച്ചു വരുന്നുണ്ട്. അത് തട്ടി ഈ ഭിത്തി തട്ടിയിട്ട് റിട്ടേൺ വരുന്നുണ്ട്. അത് വേറൊരാൾ കൂടെ കളിക്കുന്ന ഒരു ഫീല് ഇതുണ്ടായിരുന്നു. അവ അങ്ങനെ വട്ടത്തിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് കണ്ട. ചേട്ടൻ എന്താ ജോലി? എനിക്ക് ബേക്കറി ഫീൽഡാണ്. സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുക. ഈ SMS മെഡിറ്റേഷൻ ചെയ്യുന്നവർ പ്യൂർലി വെജിറ്റേറിയൻ ആയിരിക്കണം എന്ന് പറയാം. നിങ്ങൾ വെജിറ്റേറിയൻ ആണോ? ഞാൻ യോജിക്കുന്നുണ്ട് അതിൽ. കാരണം നല്ല ഒരു കാര്യമാണത്. ഒന്നാമത്തെ ഈ ജീവികളിലൊക്കെ കൊന്ന് ഇതൊക്കെ ആക്കണമെന്നല്ലേ. നിങ്ങളെ ബേക്കറിയിൽ ഈ സാധനങ്ങൾ വയ്ക്കില്ലേ? ഞാൻ വിറ്റുകൊണ്ടിരുന്ന, കാരണം ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ വെജിറ്റേറിയനായിരുന്നു. അപ്പം ഞാൻ ഇവിടുത്തെ SNDP ബിൽഡിങ്ങിലാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത്. അവിടെ ഒരു 7 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ വെജിറ്റേറിയനായിരുന്നു. പിന്നെ ക്രമേണ അവിടെ നിന്ന് മാറിയപ്പോൾ വാടകയുടെ ഒരു ഇത് ചേഞ്ച് വന്നപ്പോൾ പിന്നെ വീടിൻ്റെ വാടകയൊക്കെ എല്ലാം കൂടി ഇപ്പോൾ ടാലി ചെയ്താവണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ കുറച്ച് നോണും കൂടി ചെയ്യാൻ തുടങ്ങി. അതായത് സ്നാക്സിൽ തന്നെ സമൂസ, കട്ട്ലേറ്റ്, റോള് അത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് കുറച്ച് ഓൺലൈനും ഓർഡർ ഉണ്ട്. അപ്പോൾ അതൊരു ഇപ്പം നമുക്ക് കുറച്ചും കൂടി വരുമാനം വരാൻ തുടങ്ങി. ഇതൊക്കെ ടാലി ചെയ്യാൻ തുടങ്ങി. ഓരോ ഇപ്പോൾ വയ്ക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പം ഇല്ല. ഇപ്പോൾ ക്രമേണ ഞാൻ നിർത്തിയത്. വെജിറ്റേറിയൻ മാത്രമേ കഴിക്കൂ? വെജിറ്റേറിയൻ മാത്രമാണ് വയ്ക്കുന്നത്? സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഈ മോനി പറയുന്ന മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറയുന്നത് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതൊരു സത്യം തന്നെയാണത്. കാരണം അത് ഇന്നില്ലെങ്കിൽ നാളെ അത്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് മാറിപ്പോകാൻ തീരുമാനിച്ചു? തീരുമാനമല്ല, ഇപ്പം ഇങ്ങനെ മോൻ്റെ ഒരു ഇത് വന്നപ്പോഴേ മനസ്സിൽ സ്വാഭാവികമായിട്ട് ഒരു പേടി ഉണ്ടാവും. പിന്നെ നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയിട്ടാണല്ലോ നാട്ടിലൊക്കെ ഓരോ സ്വരൂപിച്ച് കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കൂടുതലൊക്കെ ശരിയാണ്, നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടാവും ഇവിടെ നിന്ന് എന്നൊക്കെ ചിന്തിക്കാനുള്ളൊരു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഒരു ഇത് വന്നു, ചിന്ത. ഇവിടെ ഇതൊക്കെ നിർത്തി പോയിട്ട് പിന്നെ ഇത് സംഭവിച്ചില്ലെങ്കിലോ? അതും പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു. അപ്പോൾ മോള് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി നിൽക്കാനായിരുന്നു എൻ്റെ ഒരു തീരുമാനം. ഞാനും മക്കളും എന്തായാലും അവിടെ പോയി നിൽക്കണം എന്ന് എനിക്ക് പറഞ്ഞാൽ കുറേ വർഷങ്ങളായി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാടക, വീട്ടിൻ്റെ വാടക, സ്റ്റാഫിൻ്റെ, പണിക്കാർ താമസിക്കുന്ന എല്ലാം വാടക, കട വാടക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞങ്ങൾ മെഡിറ്റേഷനിൽ നമുക്ക് ചിലവ് കുറഞ്ഞു. പിന്നെ നമ്മുടെ ചിന്തകൾക്കൊക്കെ മാറ്റം വന്നു. പ്രയോജനമുണ്ടോ മെഡിറ്റേഷൻ ചെയ്തിട്ട്? നമുക്ക് 6 മണിക്ക് ശേഷം ഫുഡ് കഴിക്കണില്ല. അത് നമുക്ക് എനർജി ഉണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ സൂര്യ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വൈകുന്നേരത്ത് മൂൺ മെഡിറ്റേഷനൊക്കെ ചെയ്യും. അപ്പോൾ അതിന് ശേഷം നമുക്ക് നല്ല മാറ്റമുണ്ട്. ഭക്ഷണത്തിന് ആവശ്യമില്ല. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ പൊതുവേ നമ്മൾ ആഡംബരത്തിലല്ല. ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് എറണാകുളം 18 വർഷമായി. അന്ന് വന്ന എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവിടെ നാട്ടിലെ സ്ഥലം. എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോൾ 15. ഈ കൂട്ടുകാരോടൊക്കെ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ഈ കഥയൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർ കളിയാക്കില്ലേ? അവർ കളിയാക്കൊന്നുമില്ല. ഇല്ല. ഇല്ല. മോക്കത് വിശ്വാസമുണ്ടോ? എനിക്ക് നേരത്തെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മെഡിറ്റേഷൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങളൊക്കെ കിട്ടി. അമ്മ പറഞ്ഞ പോലെ തന്നെ അനുഭവം കിട്ടി. പിന്നെ ഈ 4K ക്ലാരിറ്റിയിലൊക്കെ കാണാൻ പറ്റി. എന്നിട്ട് ഈയിടെ ഏലിയൻസിനെ കുറിച്ച് വാർത്തയൊക്കെ വന്നില്ലേ? അപ്പോൾ അതെനിക്ക് ഒരു 2.5 months മുന്നേ കാണിച്ചു തന്നു. ഏലിയൻസിനെ കാണിച്ചു തന്നു. പിന്നെ അവരുടെ സ്പേസ് ഷിപ്പ് കാണിച്ചു തന്നു. പിന്നെ ഈ ഇടയ്ക്ക് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ, സെക്കൻഡ് മെഡിറ്റേഷനാണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ നമ്മളെക്കാട്ടിയും വലിയ ഹൈറ്റുള്ള മനുഷ്യനെ കാണിച്ചു തന്നു. ദ്വാപരയുഗത്തിലെ മനുഷ്യന്മാരെങ്ങനെയാണോ അതുപോലെ. ഞാൻ അവരുടെ മുട്ടിൻ്റെ അത്രയും ഇല്ല. പൂർവ്വജന്മത്തിൽ ആരായിരുന്നു എന്നൊക്കെ കാണിച്ചു തന്നു. പൂർവ്വജന്മത്തിൽ കിരീടം വെച്ച അങ്ങനെ കാണിച്ചു തന്നു. പിന്നെ ഗുരുജിയുടെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഞാൻ ഇടയ്ക്ക് ഒരാളെ കണ്ടപ്പോൾ സൂര്യലോകത്തെ നർത്തകിയായിരുന്നു. വേറെ പയ്യൻ രാജാവായിരുന്നു പറഞ്ഞത്. ഗുരുജിയുടെ മെഡിറ്റേഷൻ ചെയ്യുന്ന എല്ലാവരും രാജാവുമായി ബന്ധപ്പെട്ട ആളുകളാണെന്നാണ് പറയുന്നത്. അല്ല, മോനെ മെഡിറ്റേഷനിൽ പട്ടാളക്കാരനെ കാണിച്ചു. എന്നിട്ട് ഇവന് അടുത്ത ജന്മ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാണിച്ചു ഞാൻ പട്ടാളക്കാരനാവുന്നു. പട്ടാളക്കാരനാണെന്ന് വെച്ചിട്ടല്ല, പട്ടാളക്കാരൻ മാത്രമല്ല, മോന് ഞങ്ങളിവിടെ മെഡിറ്റേഷൻ. അപ്പോൾ മോൻ പട്ടാളക്കാരനായിട്ട് അനുഭവിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഉരുണ്ട്
നല്ലോണം ഉരുണ്ട് പോയിട്ട് വെടിവെക്കുക. അപ്പോൾ ഈ പൂർവ്വജന്മം കാണിച്ചു തരും, വരാൻ പോകുന്ന ജന്മം കാണിച്ചു തരും. കാണിച്ചത് മോന് കാണിച്ചു മോന് കാണിച്ചു. കൊടുത്തു. മോക്ക് കാണിച്ചു തന്നോ? എനിക്ക് പൂർവ്വജന്മം എനിക്ക് കാണിച്ചു തന്നു. എന്താ കാണിച്ചേ? എനിക്ക് ഞാൻ ചോദിച്ചപ്പോൾ കിരീടം വെച്ചൊരു മോൾ ചോദിച്ചിട്ടാണോ അവർ കാണിച്ചു തരുന്നത്? ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് കിരീടം വെച്ചൊരു പെൺകുട്ടീനെ കാണിച്ചു തന്നു. പിന്നെ നേവി ഓഫീസറിനെ കാണിച്ചു തന്നു. അങ്ങനെ കാണിച്ചു. ഈ വർഷം ഈ ജന്മത്തിൽ നേവി ഓഫീസർ ആവുന്നതാണോ? അറിയില്ല, അത് നമുക്കറിയില്ല. എനിക്ക് മെഡിറ്റേഷനിൽ എൻ്റെ കാണിച്ചത് ഞാനൊരു പൂച്ച അതായിട്ട് എനിക്ക് കണ്ടത്. അപ്പം ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പം മോൻ അത് തന്നെ സ്വയം ചോദിച്ചു, അമ്മ എന്തായിരിക്കും എന്നുള്ളത് ചോദിച്ചു. അപ്പം മോൻ്റെ മെഡിറ്റേഷൻ സെയിം അത് തന്നെയാണ്. അടുത്ത ജന്മത്തിൽ പൂച്ചയായി ജനിക്കുന്നതാണ്. അടുത്ത ജന്മത്തിലല്ല, എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ എന്താണെന്നുള്ളത് മോൻ്റെയും എനിക്കും സെയിം. ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു, പക്ഷെ അത് കറക്റ്റായിരുന്നു. നിങ്ങളിതൊക്കെ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്? ഇത് കാണുന്ന സാമാന്യ ബോധമുള്ള ആളുകൾ ഒരുപാട് വിമർശനങ്ങളുമായൊക്കെ വരും, ഈ വീഡിയോ ഇടയിൽ കമന്റ് വരും, അതൊക്കെ കാണുമ്പോൾ സങ്കടമാവരുത്? ഇല്ല, എനിക്ക് സങ്കടമില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊരു ടൂർ പോയി യാത്ര ചെയ്യായിരുന്നു. അപ്പം ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രപഞ്ചത്തിനോട് നമ്മൾ ചോദിക്കും, ഇന്ന് യാത്ര ചെയ്യുന്ന ഒരു തടസ്സം ഞങ്ങൾക്കല്ലെങ്കിൽ എപ്പോഴും വണ്ടി എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവും, ഞങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ ടെൻഷൻ ഉണ്ടാവും, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് എൻ്റെ അമ്മ എപ്പോഴും പറയും പുറത്ത് പോകുന്ന സമയത്ത് നാരങ്ങ വണ്ടിയില്ല. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഓർമ്മയൊന്നും വന്നില്ല. പക്ഷേ മെഡിറ്റേഷനിൽ എനിക്ക് ഒരു കുട്ടിയുടെ കയ്യിൽ 2 ചെറുനാരങ്ങ വെച്ചത് കാണിച്ചു തന്നു. അപ്പോൾ ഞാനത് ഓർമ്മിച്ചിട്ട് അത് ഞങ്ങൾ വെച്ചിട്ട് പോയി. അപ്പോഴാ വണ്ടിയിൽ ഇരുന്നിട്ട് പോകുമ്പോൾ മക്കൾക്ക് വൊമിറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ ആ ചെറുനാരങ്ങ അത് ഉപകാരമായി. അങ്ങനെ അത് കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾ ടൂർ പോയ സമയത്ത് തന്നെ ഒരു പെൺകുട്ടി കൊക്കയിലേക്ക് വീഴാൻ പോണത് കാണിച്ചു തന്നു. ഞങ്ങൾ അന്നത്തെ ദിവസം കണ്ടു. പിറ്റേ ദിവസം ഞങ്ങൾ സഡൻലി പെട്ടെന്ന് വന്നു, അവിടെ നിൽക്കണ്ടെന്ന് വെച്ചിട്ട്. ടൂർ വേണ്ടാന്ന് വെച്ചു. ടൂറല്ല, നല്ല മഴയും ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. കാണാൻ നിന്നല്ല. പിറ്റേ ദിവസം നല്ല മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ വേണ്ട, പ്രപഞ്ചം നേരത്തെ ഞങ്ങൾക്ക് മുൻകൂട്ടി കാണിച്ചു തന്നു. മലമ്പ്രദേശമായിരുന്നു, ഏകദേശം മഴ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു. ഒരാൾക്കാണോ 2 പേർക്ക് കാണിച്ചു തന്നു? ഇല്ല, ഞാനന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യാതെ ഇവരിതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ വട്ടായോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു തോന്നൽ വന്നില്ല. പക്ഷെ ഒരു വിശ്വാസക്കുറവ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. കാരണം നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതിലോട്ട് അനുഭവം കിട്ടുമ്പോഴാണല്ലോ നമുക്കൊരു വിശ്വാസം വരുന്നത്. അതെ, നമുക്കിങ്ങനെ പറയുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ആരും വിശ്വസിക്കില്ല. അപ്പം ഞാനും അതുപോലെ തന്നെയൊക്കെ ആയിരുന്നു. പിന്നെ എന്താ പറഞ്ഞാൽ പൂർണ്ണ സപ്പോർട്ടുണ്ടായിരുന്നു. കാരണം അവർ ചെയ്യുന്നത് ഒരു തെറ്റായ മാർഗ്ഗമില്ല എന്ന് തോന്നി, ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ക്രമേണ ഗുരുജന അനുഭവത്തോടു കൂടി ഞാനും മെഡിറ്റേഷനിലോട്ട് കയറിയപ്പോൾ തന്നെ എനിക്ക് കുറച്ചൊക്കെ അനുഭവങ്ങൾ കിട്ടാൻ തുടങ്ങി. പിന്നെ മോൻ്റെ മെഡിറ്റേഷനിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പോത്തിൻ്റെ പുറത്ത് ഒരാളിരിക്കുന്നതായിട്ട് കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ പ്രായമായതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അമ്മ എപ്പോഴും പറയും എനിക്ക് പ്രായമായില്ലേ, ഇനിയിപ്പോൾ വേണ്ട അങ്ങനെ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇതിങ്ങനെ കാണിച്ചു തന്നപ്പോൾ പോത്തിന് പുറത്ത് ഒരാളിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ എനിക്ക് അങ്ങനെ ടെൻഷനായി, രാത്രി മുഴുവൻ ടെൻഷനായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം നാട്ടിൽ നിന്ന് ചേട്ടൻ്റെ അമ്മമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അമ്മായി വിളിച്ചായിരുന്നു. ഉദ്ദേശിച്ചല്ല, എനിക്ക് എൻ്റെ ടെൻഷനായിരുന്നു അത്. നമ്മൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ടെൻഷനായിരുന്നു. പക്ഷേ ഇതൊരു ഞാൻ പറഞ്ഞു പോത്തിൻ്റെ പുറത്ത് ഒരാളിരിക്കും. അപ്പോൾ എന്തോ ഒരു മരണസംബന്ധം എനിക്ക് മരണം ഉണ്ട് എന്നുള്ളതാണ് കാണിച്ചത്, മുൻകൂട്ടി കാണിച്ചത്. അത് പിറ്റേ ദിവസം തന്നെ അത്. മുല്ലപ്പെരിയാറിന്റെ വിഷയം കണ്ട ഒന്നുകൂടെ പറഞ്ഞേ. മുല്ലപ്പെരിയാർ ഡാം മറ്റേ എല്ലാവരും ഓർഡർ കണ്ടപ്പോൾ ഞാനും ഓടി. അപ്പോൾ പറഞ്ഞു എന്താ സംഭവം ചോദിച്ചപ്പോൾ നീ ബാക്കിൽ നോക്കുമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഫുള്ള് വെള്ളം ആൾക്കാരുടെ മേത്ത് അടിച്ച് ചിലവരൊക്കെ മരിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ഈ മുല്ലപ്പെരിയാർ ഡാമാണ് ഇതെന്ന് മോൻ കണ്ട ആൾ പറഞ്ഞു തന്നു? കൃഷ്ണൻ പറഞ്ഞു. അല്ലാതെ ഒരു വെള്ളപ്പൊക്കത്തിനുള്ള സൂചനയല്ല. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിപ്പോയി. ഇത് കണ്ടതിന് ശേഷം മോൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? മോൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മോൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മോൻ ആക്റ്റീവ് ചെയ്യുക ഒന്ന് തവളനെ പോലെ ആയിട്ട്. മോൻ 1 മാസം മുമ്പാന്ന് പറഞ്ഞു മോന് മെഡിറ്റേഷനിൽ എന്തോ സാധനം കൊടുത്തു, ഭഗവാൻ കൊടുത്തിട്ട് പറഞ്ഞു മോൻ ലക്കാണത്, മോൻ എന്താഗ്രഹിച്ചാലും മോൻ ഇത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ അത് വെച്ചിട്ട് എനിക്ക് തവള ആവണം, മീനാവണം എന്ന് പറഞ്ഞു. അപ്പോൾ മഴയത്ത് മോൻ ഇവിടെ അങ്ങനെ തവളനെ പോലെ നീന്തി കളിക്കുക. കൃഷ്ണൻ പറഞ്ഞു നീ ഇപ്പോൾ മനുഷ്യൻകാട്ടിയും നല്ല ജീവനായിരിക്കും തവളയ്ക്ക്, നല്ല റോസാപ്പൂക്കളൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ കുറേ റോസാപ്പൂവിൻ്റെ മണം, സൺഫ്ലവർ, കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിട്ടാണ്. അപ്പോൾ ഞാൻ സാധാരണ ഞങ്ങൾ രണ്ടുപേരും എല്ലാവരും ഒരുമിച്ചാണല്ലോ ഇരിക്കുക. അപ്പോൾ ഞാൻ മോൻ്റെ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാൻ ചെയ്യാതെ മോൻ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടിരുന്നു. അപ്പോഴാണ് മോൻ മെഡിറ്റേഷൻ കണ്ട് അത് 45 മിനിറ്റ് ഇരിക്കണം, 45 മിനിറ്റ് പൂർത്തിയാക്കിയില്ല. ഇത് കണ്ട ഉടനെ വന്നിട്ട് എന്നോട് പറയായിരുന്നു അമ്മ മുല്ലപ്പെരിയാർ പൊട്ടെന്ന് പറഞ്ഞു, 100 ദിവസത്തിനുള്ളിൽ പൊട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ അത് 10 മിനിറ്റ് 12 മിനിറ്റും കൂടെ ഉണ്ട്, അപ്പോൾ മോനെ അത് ഫുള്ള് ഇരിക്കും
എന്നിട്ട് എണീറ്റ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം മോൻ അത് പൊട്ടുന്നത് പറഞ്ഞപ്പോൾ ടെൻഷനായിട്ടാണ് ഇരുന്നത്. അപ്പോഴാണ് ഭഗവാൻ ചോദിച്ചത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ടെൻഷൻ ഉണ്ട്, 100 ദിവസമല്ല നിനക്ക് 200 ദിവസം കൂടെ സമയം കൂട്ടിത്തരാം, 200 ദിവസം കൂടെ സമയം കൂട്ടിത്തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം മെഡിറ്റേഷനിൽ, ഇത് മിനിഞ്ഞാന്ന് കണ്ടത്, അപ്പോൾ ഇന്നലെ വൈകുന്നേരം മെഡിറ്റേഷനിൽ പറഞ്ഞു 100 ദിവസം എന്തായാലും ഒന്നും കുഴപ്പമില്ല, 100 ദിവസം ഒക്കെയാണ്, നീ അതിനുള്ളിൽ നീ മാറി താമസിക്കണം. എന്തായാലും ഇത് ഓരോരുത്തരുടെയും വിശ്വാസമാണ്. ഇവരെ മെഡിറ്റേഷനിൽ ഇവർ കാണും. ഇത് ഒട്ടനവധി പേരാണ് ഓരോ ദിവസവും നമുക്ക് മുന്നിലേക്ക്. കാര്യം നമ്മൾ ആദ്യമേ ഒരു തമാശയ്ക്കാണ് ഒരു വീഡിയോ ഇട്ടത്, പക്ഷേ അതിനുശേഷം അനുഭവങ്ങളുമായി ഒട്ടനവധി പേരാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ഇവരുടെ വിശ്വാസമാണ്. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, അല്ലാത്തവർ ഇവരെ കുറ്റം പറയാതിരിക്കുക. കാരണം അവരുടെ വിശ്വാസമാണ് അവർ ഫോളോ ചെയ്യുന്നത്. ചേട്ടൻ അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്തു. അതിന്റെ മറുപടി ഞാൻ കൃത്യമായി തസ്മൈ ഗുരുജിയുമായിട്ട് സംസാരിച്ചു. അല്ല, ഇത് ഒരു കാരണം ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. എനിക്ക് ഒരാളുടെയും ഫോളോവർ ആവാൻ പറ്റില്ല. എനിക്ക് അദ്ദേഹത്തെ പിന്നീട് വിമർശിക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോളോവർ ആയാലും എനിക്ക് അദ്ദേഹത്തെ വിമർശിക്കാൻ പറ്റില്ല. എനിക്ക് ഒരു മാധ്യമ പ്രവർത്തകന് ഒരിക്കലും രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയോ ബന്ധമോ ഒന്നും ഉണ്ടാകരുത് എന്ന് വിശ്വസിക്കുന്നതാണ്. മനസ്സിലുണ്ടാകും. സ്വാഭാവികമായിട്ട് ഞാൻ തസ്മൈ ഗുരുജിയുടെ മെഡിറ്റേഷൻ സ്വീകരിച്ചാൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കണം, അദ്ദേഹത്തിൻ്റെ രീതികൾ പിന്തുടരണം, വേണ്ടേ? പിന്നെ എനിക്ക് അദ്ദേഹം ചെയ്യുമ്പോൾ നിങ്ങളോട് എനിക്ക് വിമർശനാത്മകമായി ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അനുകൂലമായി മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ. അതുകൊണ്ടാണ് ചേട്ടൻ ചെയ്തത്. ചേട്ടന് വിശ്വാസമുണ്ട്. അല്ല, സ്വാഭാവികം. അത് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമാണ്. എനിക്കത് ക്യാമറയ്ക്ക് മുന്നിൽ പറയണം എന്ന് തോന്നുമ്പോൾ ഞാൻ പറയും. പക്ഷേ ഞാൻ വിത്ത് റെസ്പെക്ട് നിങ്ങളോട് പറയുന്നതാണ്. ഞാനത് ഗുരുജിയുമായി സംസാരിച്ചു. ഗുരുജി എന്നോട് ഒരുപാട് വട്ടം മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും കമൻറ്റ് ബോക്സ് വന്ന് എന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ ഗുരുജിയുടെ ക്ലാസ് കേട്ടിട്ടുണ്ട്. ബട്ട് ഞാൻ എന്തുകൊണ്ട് ഒരാളെ ഫോളോ ചെയ്യണമോ ചെയ്യണ്ടോ എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്. ഒരാളുടെ ഫോളോവർ ആയാൽ എനിക്ക് പിന്നീട് അദ്ദേഹത്തെ വിമർശിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നത്, ഇപ്പോൾ എൻ്റെ മുന്നിൽ ഈ വീഡിയോ പറഞ്ഞു 100 ദിവസം അല്ലെങ്കിൽ 200 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ സംഭവിക്കാതിരുന്നാൽ പക്ഷേ നാളെ 200 ദിവസത്തിന് ശേഷം ആരെങ്കിലും ഒരാൾ ഈ SMS മെഡിറ്റേഷൻ എതിർക്കുന്ന ഒരാൾ എന്നോട് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ട് ഇവരെ വിമർശിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് വിമർശിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. നമുക്ക് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ കർമ്മത്തിൽ വിശ്വസിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. പ്രാർത്ഥനയാണ്. അതെ, ഓക്കെ.